എന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് തുടങ്ങിയ എന്റെ യാത്ര ഇവിടെ ബ്രസീലിൽ വെച്ച് ഞാൻ അവസാനിക്കുകയാണ്. യുഎസിൽ നിന്ന് മെക്സിക്കോ, ബെലിസെ, ഗോട്ടമല, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, നിക്കോരാഗ, കോസ്റ്ററിക്ക, പനാമ, കൊളംബിയ, അവിടെ നിന്ന് എക്വഡോർ ചാടി തിരിച്ച് പെറുവിലോട്ട് വന്നു. പെറുവിൽ നിന്ന് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ചിലയിലോട്ട് പോയി. ചിലയിൽ നിന്ന് ബൊളീവിയ, ബൊളീവിയയിൽ നിന്ന് അർജന്റീനയിൽ നിന്ന് ഒന്ന് പറാഗോയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് അർജന്റീനയിൽ വന്നു. പിന്നെ അർജന്റീനയിൽ നിന്ന് ബ്രസീലിൽ നിന്ന് ഉറുഗോയ് പോയി തിരിച്ച് ബ്രസീൽ വന്നു. ഞാനിപ്പോ ബ്രസീലിൽ നിന്ന് അവസാനം ഫ്ലൈറ്റ് എടുത്ത് നമ്മുടെ നാട്ടിലെ ആയ കേരളത്തിലോട്ട് പോവാണ്. തെങ്ങുകളുടെ നാട്, കേരകളുടെ നാട്ടിലോട്ട് പോവാണ്. നാട്ടിൽ പോകുന്നതിന്റെ പ്രധാന കാരണം ഒരു കസിന്റെ കല്യാണമുണ്ട്, പിന്നെ ചേച്ചിയുടെ വീട്ടിന്റെ പാലുകാച്ചുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഈ കാണുന്നതാണ്. നമ്മുടെ ഖത്തർ എയർവേസിന്റെ ഈ കാണുന്ന ഫ്ലൈറ്റ് ആണ്. ഇവിടുന്ന് പാതിരാത്രി സ്റ്റാർട്ട് ചെയ്യുന്ന ഖത്തർ എയർവേസ് നേരെ പോകുന്നത് ഖത്തറിലോട്ടാണ്, ദോഹയിലോട്ടാണ്. ബ്രസീലിൽ നിന്ന് ദോഹ 13 മണിക്കൂർ, അവിടെ നിന്ന് ഒരു 4 മണിക്കൂർ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. ആ കാണുന്ന ഫ്ലൈറ്റിന്റെ വില വരുന്നത് $5,413 അതേസമയം ഈ സെയിം സമയത്ത് തന്നെ വേറൊരു എമിറേറ്റ്സിന്റെ വിമാനമുണ്ട്. അതിന് ഏകദേശം $7,063 $7,063 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 7 ലക്ഷം രൂപ. $5,413 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 5,80,000 രൂപ കൃത്യമായിട്ട് പറഞ്ഞാൽ. പക്ഷെ ഈ 5,80,000 ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ പേ ചെയ്തത് വെറും 60,000 രൂപയാണ്. അത് ഭാഗ്യമാണ്. 60,000 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞത് വളരെ എളുപ്പമല്ല. ഞാനൊരു 10-15 ദിവസം മുമ്പ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേ ഉള്ളൂ. 60,000 രൂപയ്ക്ക് കിട്ടി. ഞാൻ അതുകൊണ്ട് ബുക്ക് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ നാട്ടിലോട്ടൊന്നും പോകില്ലായിരുന്നു. 60,000 തന്നെ എനിക്ക് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ 60,000 രൂപയ്ക്ക് ബ്രസീലിൽ നാട്ടിലോട്ട് പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് US വിസ ഒക്കെ ഉണ്ടെങ്കിൽ US-ലൂടെ കണക്ഷൻ ഉള്ള ധാരാളം ചീപ്പസ്റ്റ് കിട്ടും. ബട്ട് ഖത്തറിലൂടെയൊക്കെ പോകുന്നത് സാധാരണ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഖത്തർ എയർവേസ് വഴി കൊച്ചിയിലോട്ട് വയ ദോഹ. അങ്ങനെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സായി, ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ഡേ. Are you sad? Are you happy? ഇവിടെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു, പിന്നെ മുട്ട, പിന്നെ അവക്കാഡോ, പിന്നെ ഇവിടെ ഒരു ചിക്കൻ നഗറ്റ്സ് അല്ല, വലിയ നഗറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാംഗോ ഷേക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി താടിയൊക്കെ നേരാക്കി കുളിച്ച് റെഡിയായി. സായി ഇവിടെ പറഞ്ഞു. സായി എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നു. ഞാനിന്ന് നേരെ നമ്മുടെ ബ്രസീലിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സാവോപോളോ ഒരു വിമാനത്താവളത്തിൽ പോകുന്നു. സായി, but maybe I'll not make video. Thank you for everything. It was nice to meet you. Spend 6 days with you. Okay. Thank you so much. I'll miss you. Thank you. Ciao. Adios. Ta-ta. പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തു. ബസ് കയറി വന്നു. ഇനി ഞാൻ മെട്രോ കയറിയിട്ട് ഏകദേശം 2-3 മെട്രോ എന്തോ പലത് കയറിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഇങ്ങനെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാനുള്ള അടുത്ത മെട്രോയിൽ കയറി. ഇവിടുത്തെ മെട്രോയ്ക്ക് എന്ത് വൃത്തിയും വെടുപ്പമാണെന്ന് നോക്കിക്കേ. ബ്രസീൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. എല്ലായിടത്തോട്ടും അക്സസ്സും ഉണ്ട്. നമ്മുടെ മെട്രോയിൽ കയറിയിട്ട്, മെട്രോയിൽ ഇവിടെ 100 രൂപയാണ് കേട്ടോ സാധാരണ മെട്രോയ്ക്ക് ആവുന്നത്, 5 റിയാൽ. മെട്രോയിൽ നിന്ന് പിന്നെ നമ്മുടെ ഷട്ടിലിൽ കയറുവാണ്. ഈ ഷട്ടിലിൽ കയറിയിട്ട് നമ്മുടെ T1, T2, T3 3 ടെർമിനലുകളിലാണ് ഈ എയർപോർട്ടുകളിലുള്ളത്. അതിൽ ഞാൻ പോകുന്നത് നമ്മുടെ ടെർമിനൽ 3 ആണ് കേട്ടോ. ടെർമിനൽ 3-ലാണ് നമ്മുടെ എയർ കനഡ, എയർ ചൈനയിലോട്ടുള്ളത്, എയർ ഫ്രാൻസ്, പിന്നെ അമേരിക്കൻ എയർലൈൻസ്, UK-യുടെ ബ്രിട്ടീഷ് എയർലൈൻസ്, കോപ്പ എയർലൈൻസ് എനിക്കൊന്ന് പനാമയുടെ ആണ്, ഡെൽറ്റ അമേരിക്കയുടെയാണ്, എമിറേറ്റ്സ് നമ്മുടെ ദുബായുടേത്, ഐബീരിയ, ITA, KLM, ലത്താം. ഞാൻ പോകുന്നത് ഖത്തർ എയർവേസ്. ഇതെല്ലാം T3-ലാണ് കേട്ടോ. പിന്നെ ടെർമിനൽ 2-ൽ നമ്മുടെ സൗത്ത് അമേരിക്കയിൽ മറ്റ് സ്ഥലങ്ങൾ, പിന്നെ എത്യോപ്യയിൽ പോകുന്ന നമ്മുടെ എത്യോപ്യൻ എയർലൈൻ ഉണ്ട് കേട്ടോ. എത്യോപ്യ വഴി നാട്ടിലോട്ട് പോകുന്ന, മുംബൈയിലോട്ട് പോകുന്ന വിമാനങ്ങൾ കിട്ടും. അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടറിലോട്ട് വന്നു. ഖത്തർ എയർവേസ്. അയ്യോ, ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ഫുള്ള് തിരക്കാണ്. ഞാനങ്ങനെ എൻ്റെ ചെക്കിങ് കഴിഞ്ഞു. ഖത്തർ എയർവേസ് അവർ പറഞ്ഞു യെല്ലോ ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം രാജ്യത്താണ് പോകുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അത് വേണം. എൻ്റെ കയ്യിലില്ല കേട്ടോ, വീട്ടിലെവിടെ ഇരിക്കുവാണ്. ഞാൻ ലാസ്റ്റ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എംബസികളിലൊക്കെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഇവർ എൻ്റെ ബോർഡിംഗ് പാസ് മാറ്റി എൻ്റെ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ബാഗ് തിരിച്ചു തന്നു. അവർ പറഞ്ഞു ഇതില്ലാതെ പറ്റൂല,
അപ്പോൾ അവർ പ്രധാനം പറഞ്ഞതിൻ്റെ കാര്യം, നീ കൊച്ചിയിലോട്ടാണ് പോകുന്നത്, ഞാൻ കൊച്ചിയിലോട്ടാണ് ഫ്ലൈ ചെയ്ത് പോകുന്നത്, മുംബൈയിലോ ഡൽഹിയിലോ പോവുകയാണെങ്കിൽ വലിയ കർശനമല്ല, യെല്ലോ ഫീവർ വാക്സിനേഷൻ വേണമെന്ന് വലിയ നിർബന്ധമില്ല. ബട്ട് ഇവിടെ നിന്ന് കൊച്ചിയിൽ പോവുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും യെല്ലോ ഫീവർ വാക്സിനേഷൻ വേണം കൊച്ചിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചി എൻ്റെ നാടാണ്, ഞാൻ അത് മാനേജ് ചെയ്തോളാം. അവർ പറഞ്ഞു ഇതാണ് റൂള്. അങ്ങനെ ലാസ്റ്റ് വീട്ടിൽ നിന്ന് തപ്പിപ്പറക്കി എൻ്റെ യെല്ലോ ഫീവർ വാക്സിനേഷൻ കിട്ടി. ഞാൻ ഇനി എൻ്റെ ബാഗേജ് കൊണ്ടു കൊടുക്കട്ടെ പ്രജയിലോട്ട്. അവസാനം നമ്മുടെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ബ്രസീലിൻ്റെ കുറേ സോവനീസ് ഉണ്ട്. ബട്ട് എയർപോർട്ടിലോട്ടൊന്ന് വാങ്ങുമ്പോൾ നല്ല കത്തി വിലയാണ്. ഇതിന് $16, $1,500, $1,600 അടുപ്പിച്ച് കേട്ടോ. ബ്രസീൽ ക്യാഷു. എനിക്ക് ബ്രസീലിൻ്റെ ടീഷർട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു, അവസാന നിമിഷത്തിൽ എനിക്ക് വാങ്ങാനായിട്ട് പറ്റിയില്ല. ഇവിടെ ഈ ബ്രസീലിൻ്റെ ടീഷർട്ട്, പുറത്തെല്ലായിടത്തും മഞ്ഞ ബ്രസീലിൻ്റെ ടീഷർട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇനി എന്തായാലും ഞാൻ വാങ്ങുന്നില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വിലയാണ്. ഖത്തറിലോട്ട് പോകുന്ന സമയത്ത് തന്നെ വേറൊരു എമിറേറ്റ്സ് വിമാനം ഇവിടെ നിന്ന് ദുബായിലോട്ട് പോകുന്നുണ്ട്. ആ വിമാനത്തിൻ്റെ വലിപ്പം നോക്കിക്കേ, 2 നിലയാണ് കേട്ടോ. 2 ബോയിങ് വിമാനമാണ്, നല്ല വലിയ വിമാനം. എയർബസ് ആണ്. അങ്ങനെ അവസാനം നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് നേരെ നമ്മുടെ വിമാനത്തിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഖത്തറിൻ്റെ അത്യാവശ്യം വലിയൊരു വിമാനത്തിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ 13 മണിക്കൂർ നേരെ ദോഹയിലെത്തും. കാണുന്ന ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം നമ്മുടെ ബിസിനസ് ക്ലാസ് ആണ്. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ എക്കോണമി ഏരിയ ആണ് കേട്ടോ. ഇവിടെയും കുറച്ച് നമ്മുടെ ബിസിനസ് ക്ലാസ് ഏരിയ ആണ്. ഖത്തർ എയർവേസ് സിംഗപ്പൂർ എയർലൈന് ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് എയർലൈനാണ് കേട്ടോ. പല സമയത്തും ഖത്തർ സിംഗപ്പൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല ഇവരുടെ ബിഹേവിയറൊക്കെ നല്ല ഇതാണ് കേട്ടോ, നല്ല ഇതാണ്. പക്ഷേ ഖത്തർ എയർവേസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എമിറേറ്റ്സിൽ പോയിട്ടുണ്ട്. എമിറേറ്റ്സ് അപ്പുറത്ത് കിടക്കുന്നത് സെയിം ഫ്ലൈറ്റ് ദുബായിലോട്ട് പോകുന്നു, സെയിം സമയത്താണ് പോകുന്നത്. ബട്ട് നല്ല വലിയ ഫ്ലൈറ്റ് കേട്ടോ, അത് എയർബസ്. ഖത്തർ എയർവേസിലെ ബിസിനസ് ക്ലാസിൻ്റെ വാഷ്റൂം കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ബിസിനസ് ക്ലാസിൻ്റെ ഭാഗത്താണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഇത്രയും നല്ല വാഷ്റൂമിൽ തന്നെ പല്ലിക്കാനായിട്ടുള്ള ടോയ്ലറ്ററീസ്, ബ്രഷ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നതാണ് കേട്ടോ നമ്മുടെ ബിസിനസ് ക്ലാസ്. ഖത്തർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്. ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്, സാധനങ്ങൾ വെക്കാനുള്ള ഇതുണ്ട്. പിന്നെ മ്യൂസിക് സാധനങ്ങൾ ഇതുണ്ട്. ഇവിടെ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു വിൻഡോ സ്ക്രീന്. ഞാൻ നമ്മുടെ എക്കോണമിയിലോട്ട് പോവുകയാണ്. ഇവിടെ എക്കോണമിയിൽ ഫുള്ള് ചൈനക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് തിരക്ക് കേട്ടോ, ആളുകൾ. കാണുന്നതാണ് എൻ്റെ സീറ്റ്. ഇവിടെ ഒരു ബ്ലാങ്കറ്റ്, പിന്നെ കുറച്ച് എന്തൊക്കെയുണ്ട് കേട്ടോ. ബ്ലാങ്കറ്റ്, ഒരു പൗച്ച്, പിന്നെ നമുക്ക് പാട്ട് വയ്ക്കാനായിട്ടുള്ള ഇയർപീസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പഴയ വിമാനമാണെന്ന് തോന്നുന്നു കേട്ടോ. ധാരാളം ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു യുദ്ധത്തിനൊക്കെ ശേഷം ഖത്തറിൽ നിന്ന് കൂടുതൽ പറക്കുന്ന ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് ആണ് കേട്ടോ. ഖത്തർ എയർവേസ് യുദ്ധത്തിൻ്റെ സമയത്തും പറക്കുന്നുണ്ടായിരുന്നു, ആഫ്രിക്കയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്ന നമ്മുടെ റൂട്ട് നോക്കട്ടെ. റൂട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഖത്തർ എയർവേസ് അവർ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അറബിയിൽ ഇസ്ലാമിക രീതിയിൽ അവരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് ഇതാണ് കേട്ടോ. ഇതാണ് സാവോ പോളോ. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ. ഈ കാണുന്നത് നമ്മുടെ ആഫ്രിക്ക. നമ്മൾ പോകുന്നത് ഖത്തറിലോട്ടാണ്, ഇങ്ങോട്ടാണ്. ഇതുവഴി നേരെ ആഫ്രിക്ക, നൈജീരിയ, നൈജർ, ചാഡ്, ഈജിപ്റ്റ് വഴി ഇതുപോലെ നമ്മുടെ മരുഭൂമി ഭാഗത്തിലൂടെ സൗദി അറേബ്യ നേരെ ഖത്തർ. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. ഇതുവഴിയാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലൈറ്റ് പറന്നത് ഇതിലേക്കൂടെ ഇങ്ങനെയാണ് നമ്മൾ ഖത്തറിലെത്തുന്നത്. നമുക്ക് ഫ്ലൈറ്റിൽ കഴിക്കാനായിട്ട് ഒരു സ്നാക്ക്, സാൻഡ്വിച്ച്, ഐസ്ക്രീം, ഒരു ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഓംലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ആൻഡ് റൈസ് ഉണ്ടായിരുന്നു. നമ്മുടെ ലഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രെഡ്, ഒരു ഡെസേർട്ട്, പിന്നെ നമ്മുടെ ചിക്കൻ വിത്ത് കുറച്ച് വെജീസ്. രാത്രി തുടങ്ങിയ യാത്ര ബ്രസീലിൽ ഇപ്പോൾ പകലായിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ രാത്രിയായ കേട്ടോ. ഞാനിപ്പോൾ സൗദിയുടെ മുകളിലൂടെയാണ് പറക്കുന്നത്. ഇപ്പം നേരെ ഖത്തറിലെത്തും.
ഇവിടെയാണ് നമ്മുടെ സുഡാനിലുള്ള യുദ്ധം കാരണം തന്നെ എന്തോ സുഡാൻ്റെ എയർ സ്പേസിലൂടെ പോവാതെ നേരെ മുകളിലൂടെ ഈജിപ്തിലൂടെ നേരെ സൗദി കയറി. അവസാനം നമ്മുടെ ഫ്ലൈറ്റ് ദോഹയിലെത്താറായിട്ടുണ്ട്. ഇനി ദോഹയിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് നേരെ പോകുന്നത് കൊച്ചിയിലോട്ടാണ്. ഇങ്ങോട്ട് നമ്മുടെ യുദ്ധം നടക്കുന്നതെല്ലാം ഇവിടെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോർമൂസ്. അങ്ങനെ ഫൈനലി നമ്മൾ ദോഹയിലെത്തി. ഏകദേശം 9 മണിക്കൂർ 13 മണിക്കൂർ യാത്ര ചെയ്ത് ദോഹയിലെത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. നല്ല ടയേർഡ്. ഇനി വയറുണ്ടോ ഭയങ്കര വേദന കേട്ടോ. അങ്ങനെ ഖത്തർ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വന്നു. ഞാൻ ട്രാൻസ്ഫർ എടുത്ത് എനിക്ക് പോവാം. ബട്ട് ഞാൻ ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. പുറത്ത് പോയിട്ട് എമിഗ്രേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അറിയില്ല പോസിബിൾ ആണോ എന്ന്. കാരണം ഞാൻ എൻ്റെ ഫ്ലൈറ്റ് മാറിയപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫറാണ്. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചുള്ളിലോട്ട് കയറാനാണ് പ്ലാന്. അങ്ങനെ ഖത്തറിൽ വന്ന് സ്റ്റോപ്പ് ഓവർ കിട്ടിയില്ല കേട്ടോ. സ്റ്റോപ്പ് ഓവർ കാരണം 8 മണിക്കൂറിന് മേലാണെങ്കിൽ പിന്നെയും കിട്ടിയേനെ. അങ്ങനെ എമിഗ്രേഷനിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ ഒരു ബ്രോ വന്ന് ഹായ് പറഞ്ഞു. ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പേരെന്താ? പേര് ജംഷീദ്. ഇവിടെ എത്ര വർഷമായി? 2 ഇയർ. മലപ്പുറം ആണല്ലേ നാട്? സോറി തൃശ്ശൂർ. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു കേട്ടോ. കാണാം. ഓക്കെ ബ്രോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇനി കൊച്ചിയിലുള്ള ഫ്ലൈറ്റ് ഇനി ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിയിലോട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ കൊച്ചിയിലോട്ട്. ഞാനങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ആക്ച്വലി നമ്മുടെ സാവോപോളോ എന്ന് വന്ന ഫ്ലൈറ്റിനെ കാട്ടി അടിപൊളി ഫ്ലൈറ്റ് കേട്ടോ. സാവോപോളോ എന്ന് വന്നത് എനിക്കൊന്ന് കുറച്ച് പഴയ എയർലൈൻ ആണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് പുതിയതാണ് കേട്ടോ. പുതിയ എയർലൈന് നല്ല രസമുണ്ട്. ഫ്ലൈറ്റിലെ ഭക്ഷണം വന്നു. എനിക്ക് തോന്നുന്നു ബ്രസീലിൽ നിന്നുണ്ടായിരുന്ന ഭക്ഷണത്തിനെക്കാട്ടും നല്ല ഭക്ഷണം കേട്ടോ. ഫൈനലി ഞാൻ കൊച്ചിയിൽ വന്നിറങ്ങിയിട്ട് നമ്മുടെ മെട്രോ ബസ് എടുത്ത് ഇനി ആലുവയിലോട്ട് പോവാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കേട്ടോ വന്നിറങ്ങിയത്. ഞാൻ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നു. ഞാൻ ഇതുവരെയായിട്ടും വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. വന്ദേ ഭാരതിൽ ഇനി ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവാണ്. ട്രെയിനിൽ കയറി. ഇവിടെ നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ തൈര്, പിന്നെ ഇവിടെ എന്തോ പായസം, എന്തോ സാധനം കേട്ടോ. ഈ കാണുന്ന ദാല്, പിന്നെ ചപ്പാത്തി, പിന്നെ നോൺ വെജ് ലഞ്ച്. ഇനി ഫ്ലൈറ്റിൽ നിന്നൊക്കെ ലാൻഡ് ചെയ്തു ട്രെയിൻ എടുത്തു തിരുവനന്തപുരത്ത് വന്നു. ഞാൻ നേരെ വന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല ടയേർഡ്. ഇവിടെ എൻ്റെ കസിൻ ഉണ്ട്, വാവയ്ക്ക് ചെയ് നോക്ക്. പേര് വാവ എന്നാണ് കേട്ടോ. എന്ത് ശരിക്കും ഞാൻ നാട്ടിൽ വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. കസിൻ്റെ കല്യാണം മറ്റന്നാളെയാണ്. നാളെ തലേദിവസം, കല്യാണത്തിൻ്റെ തലേദിവസം ഇന്ന് വന്നിട്ട് നല്ല ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കി നടക്കുവാണ് കേട്ടോ. എനിക്ക് ഉറക്കം തൂങ്ങിയിരിക്കുക. വീട്ടിൽ പോലും പോയില്ല കേട്ടോ. വീട്ടിൽ പോകാതെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. പിന്നെ തലേദിവസത്തെ ഡ്രസ്സിന് എടുക്കാൻ പറ്റിയില്ല. കല്യാണത്തിന് വേണ്ടി ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തു. അതിന് തന്നെ 2-3 മണിക്കൂർ എടുത്തു. അങ്ങനെ ഞാനിനി വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം അനന്തപത്മനാഭൻ്റെ നാട്ടിലൂടെ, എൻ്റെ നാടാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഹങ്കാരം